Hi friends, Assalamu alaikum. Welcome back Shanshabi recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഫ്താർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് കൊണ്ടൊരു ഒനിയൻ പൊക്കവടയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും പൊക്കവട ഇഷ്ടമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 5-6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് ഒരു 6 എടുത്തിരിക്കുന്നത്. ഇനി വലുതാണെങ്കിൽ ഒരു 4 മതി. അത് നന്നായിട്ട് ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവാള ആണെങ്കിൽ 1 എടുത്താൽ മതി. കുറച്ച് ആവശ്യമെങ്കിൽ 1 എടുത്താൽ മതി. ഇനി കുറച്ച് കൂടുതൽ പൊക്കവട വേണമെങ്കിൽ നമുക്ക് ഒരു 2 സവാളകൾ എടുക്കാം. ഇനി അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കവും പച്ചമുളകും എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ക്യാപ്സിക്കം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടികളാണ്. കടലമാവ് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചതും ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ കുഴച്ച് കൊടുക്കണം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ വരുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് വെറൈറ്റി വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അവിടെ ഞാൻ 1/4 കപ്പോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചായി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഉള്ളിവട പക്കവടയൊക്കെ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് എടുത്ത് വെക്കാം. നല്ല ലൂസായി എടുക്കരുത്, പിന്നെ നമുക്ക് വെന്ത് കിട്ടില്ല. അധികം വെള്ളം ഒഴിച്ചാൽ കുറച്ച് കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് 1/2 കപ്പോളം വരും. നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കും വെള്ളത്തിൻ്റെ അളവ്. ഇങ്ങനെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല വെള്ളമായ അധികം വെന്ത് കിട്ടില്ല. അതാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അധികം ഓയിലൊന്നുമല്ല ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമ്മൾ റമദാൻ മാസത്തിൽ അധികം ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഓയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ചായിട്ട് ഇത് ഷേപ്പാക്കി കിട്ടുന്നതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന ആ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പാക്കി കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ ഈ കൺസിസ്റ്റൻസിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ ഉള്ളിവടയുടെ ആ ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തെടുക്കുന്നില്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ എല്ലാതും ഈ പാൻ ഫുള്ളായിട്ട് ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണിത്. ഇതൊന്നും വളരെയധികം ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്. നന്നായിട്ട് മൊരിയിച്ചെടുത്താൽ ഭയങ്കര ക്രിസ്പി ആയിട്ട് കിട്ടും. നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഒരു മീഡിയം സൈസിലാണ് ക്രിസ്പി ആക്കിയിട്ടുള്ളത്. പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അധികം ഓയിലൊന്നും ഇത് കുടിച്ചിട്ടില്ല. നമ്മൾ ഒഴിച്ച ഓയിൽ അങ്ങനെ തന്നെ ഉണ്ട്. അധികം ഓയിലിൻ്റെ ആവശ്യമില്ല നമുക്ക് സ്നാക്കിന്. പിന്നെ അത് ഫുള്ള് എണ്ണയിൽ നിന്നും കോരിയെടുത്തിട്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റിലേക്കുള്ള ഒരു സ്നാക്ക് ഇതിൽ നമുക്ക് കിട്ടും.
നിങ്ങൾക്ക് ഇതിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മതി. ഇനി ക്യാപ്സിക്കം ഇഷ്ടമല്ല, നിങ്ങൾ കയ്യിലില്ല എന്നാണെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. അത് ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട. ഇല്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. അതുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ബാച്ചും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പൊക്കവട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവും വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.